അർദ്ധവാർഷിക പരീക്ഷ 10ാം ക്ലാസ് തഫ്സീറുൽ ഖുർആൻ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് സിൽ ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. 6 ചോദ്യങ്ങളാണ് വരുന്നത്. ഉത്തരങ്ങൾ അപ്പുറത്ത് ഡിസോർഡറായി കൊടുത്തിട്ടുണ്ട്. ക്രമപ്രകാരം ഓരോ ചോദ്യത്തിൻ്റെയും നേരെ നമ്മൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് ഇസ്മുൻ ജാമിഉൻ ലി മനാഫിൽ ബൈത്ത്, വീട്ടു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ടതിന് പറയുന്നതാണ് എന്ത്? അൽ മാഊൻ എന്നുള്ളത്. രണ്ടാമത്തത് സാഹൂൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതിനോട് യോജിച്ചത്? ഓഫിലൂൻ, അശ്രദ്ധരാവുക എന്നതാണ്, അശ്രദ്ധരായിക്കൊണ്ട്. മൂന്നാമത്തത് ആസിമത്തുൽ യമൻ, യമൻ്റെ തലസ്ഥാനം ഏതാണ്? സൻആ ആണ്. നാലാമത്തത് കെലിമത്തുൻ, പദം, യുത്ലബു ബിഹൽ അസാബു, ശിക്ഷയെ അതുകൊണ്ട് തേടപ്പെടും, അങ്ങനത്തെ ഒരു പദം. അതിൻ്റെ വ്യാഖ്യാനം ശിക്ഷയെ തേടുന്നതായിരിക്കും. ഏതാണത്? അൽ വൈൽ, വൈൽ, വൈലുല്ലിക്കുല്ലി, വൈൽ എന്നുള്ളതാണ്. അൽ അഫ്ഇദത്തു, എന്താണ് അഫ്ഇദത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഖുലൂബ്, ഹൃദയങ്ങളാണ്. അഫ്ഇദ ഓർത്താൽ മതി, ഖുലൂബ് ഹൃദയം. നഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉബാർ, പൊടിയാണ്. പൊടിപടലം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതിലെ പൊടിയാണ് ഉബാർ എന്നർത്ഥം. ഇനി രണ്ടാമത്തത്, വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം, അൽഹംദുലില്ലയോ താങ്ക്സോ ആയിട്ട് അറിയിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. സിലി തഫാസീർ അലി ആദിഹിൽ ആയാത്ത്, താഴെ കൊടുത്തിരിക്കുന്ന തഫ്സീർ ആയത്തുകൾക്ക് തഫ്സീറിനെ യോജിപ്പിച്ചു കൊടുക്കാനാണ്. ഒന്നാമത്തത് അല്ലദീനഹും യുറാഊന, ആ ആയത്തിൻ്റെ തഫ്സീർ എന്താണ്? ലാ യുരീദൂന വജ്ഹല്ലാഹി, അവരല്ലാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവിനെ നിയത്താക്കിക്കൊണ്ടല്ല അവർ ചെയ്യുന്നത്, വേറെന്തെല്ലോ ഉദ്ദേശങ്ങളാണ് അവരുടെ പ്രവൃത്തി കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടണമെന്നോ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉണ്ടാവണമെന്നോ ഉദ്ദേശം ഇല്ല. രണ്ടാമത്തത് അൽഹാക്കു മുത്തക്കാസുർ, എന്താണ് അൽഹാക്കു മുത്തക്കാസുർ എന്നതിൻ്റെ അർത്ഥം? ഷാലക്കുൻ, അവരെ ജോലിയാക്കിയിരിക്കുന്നു, അൻ ത്വാഅത്തില്ലാഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിനെ തൊട്ട്. രണ്ടാമത്തത് അൽഹാക്കു മുത്തക്കാസുർ, ഈ തക്കാസുർ ഇനിയും വേണം എന്നുള്ളത് അവരെ നാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ തഫ്സീർ വരുന്നത്? ഷാലക്കും അൻ ത്വാഅത്തില്ലാഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിനെ തൊട്ട് അവരെ ജോലിയാക്കിയിരിക്കുന്നു. അത്തഫാഹുറു, പ്രൗഢി കാണിക്കുക, ബിൽ അംവാലി വൽ ഔലാദി, സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും മേന്മ കാണിച്ച് പ്രൗഢി കാണിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിനെ തൊട്ട് അവരെ ജോലിയാക്കിയിരിക്കുന്നു. അവർക്ക് ഇതിന് സമയമില്ല, ഇബാദത്തിന്. സമ്പത്തും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇബാദത്തിനെ തൊട്ടിട്ട് ജോലിയായിരിക്കുന്നു എന്നതാണ്. മൂന്നാമത്തത് യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവരുടെ സമ്പത്ത് അവർക്ക് സ്ഥിരമാണെന്ന് അവർ വിചാരിക്കുന്നു. ജാലോ ഖാലിദൻ, അവരതിനെ ശാശ്വതമാക്കി. ലായ മൂത്തു, ഒരിക്കലും മരിക്കൂല എന്നുള്ള നിലക്ക് അതിനെ ശാശ്വതമായിട്ട് അവർ കാണുന്നു. നാലാമത്തത് അല്ലദീ ജമഅ മാലൻ വ അദ്ദദ, അല്ലദീ, അവർ ജമഅ മാലൻ, സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടും, വ അദ്ദദുഹു, അവരതിനെ എണ്ണും. അഹ്സാഹു, അവരതിനെ എണ്ണും. ഔ ജാലഹു ഉദ്ദത്തൻ ലി ഹവാദിത്തി സമൻ, കാല മുസീബത്തുകളിൽ ഒഴുക്കുള്ള ഒരു രക്ഷയായിട്ട് അവരതിനെ ശേഖരിക്കും, രക്ഷാകവചമായിട്ട് അവരതിനെ കാണും. അപ്പോൾ അതാണ് അതിൻ്റെ ആശയം വരുന്നത്, തഫ്സീർ വരുന്നത്. അഞ്ചാമത്തത് അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അലം യജ്അൽ, നമ്മൾ അവരെ ആക്കിയില്ലയോ, കൈദഹും ഫീ തദ്ലീൽ, ഫീ ഖസാറത്തിൻ വ ഹലാക്കിൻ, നിന്യതയിലും അതുപോലെ തന്നെ നാശത്തിലും നമ്മൾ അവരെ ആക്കിയില്ലയോ എന്നതാണ് അതിന് തഫ്സീർ വരുന്നത്. ഇനി മൂന്നാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. മൻ യകൂനു ഫി ഐഷത്തി റാളിയ, അള്ളാഹു തൃപ്തിപ്പെട്ട ജീവിതത്തിൽ ആരാണ് ആവുക? ഫ അമ്മാമൻ, ഒരുത്തൻ, സഖുലത്ത് മവാസീനുഹു, അവൻ്റെ മവാസീനുകൾ കൂടുതലായിരിക്കുന്നു, കനമായിരിക്കുന്നു, നല്ല കാര്യങ്ങൾ. ഫഹുവ ഫി ഐഷത്തി റാളിയ, അവൻ ഈഷത്തു റാളിയയിലാണ്, അഥവാ
നല്ല ജീവിതത്തിലാണ്. അപ്പോൾ നന്മകൾ കൂടിയ ആൾ ഈശത്തു റാളിയ, നല്ല ജീവിതം, തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയും. രണ്ടാമത്തത് അൽ ഹാവിയത്തു മാഹിയ. ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നാറുൻ ഹാമിയയാണ്, കത്തിജ്വലിക്കുന്ന കഠിനമായ ശിക്ഷയുള്ള നരകമാണ്, തീകുണ്ടാരമാണ് അൽ ഹാവിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, മദാ ഖല ഷാഫിഇയു ഫി ഷഅനി സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്റിനെ പറ്റിയിട്ട് ഷാഫി ഇമാം എന്താണ് പറഞ്ഞത്? ഇല്ലം യുൻസിലു മിനൽ ഖുർആനി ഇല്ലാ ഹാദിഹി സൂറത്തു. ഖുർആനിൽ ഇന്ന് ഈ ഒരു സൂറത്തല്ലാതെ മറ്റൊരു സൂറത്തും ഇറങ്ങിയില്ല എങ്കിലും ലകഫത്ത്, ഈ വൽ അസ്ർ സൂറത്ത് തന്നെ ധാരാളമാണ്. ഒരു സൂറത്തും ഇറങ്ങിയില്ല, ഈ ഒരു സൂറത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളെങ്കിലും ആ സൂറത്ത് അതിനക്ക് പറ്റിയ, ഖുർആൻ്റെ മുഴുവൻ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ആശയമുള്ള അർത്ഥവത്തായ സൂറത്താണ് എന്ന അർത്ഥത്തിലാണ് ഷാഫി ഇമാം പറയുന്നത്. നാലാമത്തത് മാദാ ഫഅലല്ലാഹു ബി അബ്രഹത്ത്. അബ്രഹത്ത് ആനസൈന്യവുമായി കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിന് അള്ളാഹു എന്താ ചെയ്തത്? ബഅസല്ലാഹു അലൈഹി, അള്ളാഹു അയച്ചു അവരിലേക്ക്, ദാഅൻ ഫി ജസദിഹി, ഒരു രോഗത്തെ അവരുടെ ശരീരത്തിൽ, ദാഅൻ എന്ന രോഗം, ഫി ജസദി അവരുടെ ശരീരത്തിൽ, അത്ത അഹ്ലക്കുഹു, അങ്ങനെ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. ബഅസല്ലാഹു അലൈഹി ദാഅൻ ഫി ജസദിഹി, ശരീരത്തിൽ അള്ളാഹു രോഗത്തിന് അയച്ചു, അത്താഹിലക്കോ, അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അഞ്ചാമത്തത് മാ മഅന ലി ഈലാഫി ഖുറൈഷ് അലാ മാ ഖാലഹു ഇബ്നു ജരീർ. ഈലാഫി ഖുറൈഷിൻ്റെ അർത്ഥം ഇബ്നു ജരീർ എന്താ പറഞ്ഞത്? അന്ന ലാമ ലി ഈലാഫിയിലെ ലി, ലാമു തഅജ്ജുബ്, ആശ്ചര്യത്തിൻ്റെ, അമേസിങ്ങിൻ്റെ, അത്ഭുതപ്പെടുത്തുന്ന ലാമാണ്. ഏതുപോലെ അന്നഹു യഖൂലു, അങ്ങനെയാവുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വരിക? യഅജബു, നിങ്ങൾ അത്ഭുതപ്പെടുക, ലി ഈലാഫി ഖുറൈഷ്, ഖുറൈശികളെ ഇണക്കിയ കാരണത്താൽ, റിഹിലത്ത ഷിതാഇ വസൈഫ്, തണുപ്പ് കാലത്തും ചൂടുകാലത്തും യാത്രയ്ക്ക് വേണ്ടി അവരുടെ ശരീരങ്ങളെ അതിന് പറ്റുന്ന രൂപത്തിൽ ഇണക്കിയ കാരണത്തെ നിങ്ങൾ അത്ഭുതപ്പെടുക. അതുപോലെ തന്നെ വതറക്കുഹും ഇബാദത്ത റബ്ബൽ ബൈത്ത്, യജമാനനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ ഒഴിവാക്കിയ കാര്യത്തിലും നിങ്ങൾ അത്ഭുതപ്പെടുക. ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്തിട്ടും അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ ഒഴിവാക്കി, അതും ഒരു അത്ഭുതമാണ്. യാത്രയ്ക്ക് വേണ്ടി ചൂടുകാലത്തും തണുപ്പ് കാലത്തൊക്കെ പറ്റുന്ന ഒരവസ്ഥ നൽകിയതും അത്ഭുതമാണ്. ആ ലാമ്, ലി ഇലാഫിയിലെ ലാമ് തഅജ്ജുബിനാണ്, അത്ഭുതപ്പെടുത്തുന്നതിനാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അന്നൽ ലാമ് തഅജ്ജുബ്, തഅജ്ജുബിൻ്റെ ലാമാണ്. കന്നഹു യഖൂൽ, അപ്പോൾ പറയുന്നത് പോലെ, യഅജബു ലി ഇലാഫി ഖുറൈഷ് രഹിലത്ത ഷിതാഇ വസൈഫ് വതറക്കഹും ഇബാദത്ത റബ്ബിൽ ബൈത്ത്. അപ്പോൾ ഇബാദത്ത് എടുക്കുന്നതിന് ഒഴിവാക്കിയതും പിന്നെ ഈ രണ്ട് യാത്രക്കും അവരെ പറ്റുന്ന അവസ്ഥയാക്കിയതിലുള്ള അത്ഭുതത്തെ തിരിച്ചറിയുക. 4 ബയ്യിന് വ്യക്തമാക്കാനാണ്. അതിലൊന്ന് അൽ ഇബാദത്തു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിയാനു അഖ്സ ഓയത്തുൽ ഖുദൂഇ വതദല്ലുലി ഖൽബൻ വഖാലബൻ, ബാഹ്യമായും ആന്തരികമായും അങ്ങേയറ്റത്തെ തായ്മയെ കൊണ്ടുവരുന്നതിനേക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത്തീൻ എന്ന് പറഞ്ഞത് എന്താണ്? വഹുവ സമറത്തു ഷജറത്തിൻ, മരത്തിൻ്റെ കായ്ഖനിയാണ്. മഷ്ഹൂറത്തുൻ, പ്രസിദ്ധമായ. തസ്റഉ, അതിന് കൃഷി ചെയ്യപ്പെടും. തഅക്കുലു സിമാറു, അതിൻ്റെ സിമാറഹു, അതിൻ്റെ ഫലം ഭക്ഷിക്കപ്പെടുകയും ചെയ്യും. മൂന്നാമത്തത് അവ്വലു മൻ ഖത്ത ബിൽ കലമി, ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അസ്കാലുൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കനങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുനൂസുഹ, അതിൻ്റെ താഴ്ഭാഗങ്ങളിലുള്ള നിധികളും, മൗത്താഹ, അതിൽ മരണപ്പെട്ടു പോയ ആളുകളുമാണ്. അടുത്തത് ഉക്തുബുൽ യസ്നി, 2 എഴുതാനാണ്. അതിലൊന്ന് അലാമത്തു ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിൻ്റെ ലക്ഷണങ്ങൾ കില്ലത്തു നബുഹിൽ കിലാബ്, നായുടെ കുര കുറവായിരിക്കും. പിന്നെ തുലൂഉ ശംസി യൗമിഹ സോഫിയത്തുൻ നഖിയത്തുൻ, അന്നേ ദിവസത്തെ സൂര്യൻ്റെ പ്രകാശങ്ങൾ തെളിഞ്ഞതും അത് ചൂട് കുറഞ്ഞതുമായിരിക്കും. രണ്ടാമത്തത് അർബഅത്തു അഖ്സാമി മിനന്നാസി, ജനങ്ങളിലെ 4 വിഭാഗം ആളുകൾ. 2 ലോകത്തും മല്ലഹു ഖൈറും ഫിദ്ദാറൈൻ, 2 ലോകത്തും ഖൈറുള്ളവർ. മല്ലഹു സൂറത്തു ശരി ഫിദ്ദുനിയ വൽ ഖൈറു ഫിൽ ആഖിറ, ദുനിയാവിൽ ബുദ്ധിമുട്ടായിരിക്കും, ആഖിറത്തിൽ ഉഷാറായിരിക്കും, നന്മയായിരിക്കും. മല്ലഹു ഷർറും ഫീഹിമ, ദുനിയാവിലും ആഖിറത്തിലും ഷർറുള്ള ആളുകൾ.
മല്ലഹു സൂറത്തു ഖൈറിൻ ഫി ദുനിയാവിൽ നന്മയുണ്ടാകും, വഷറു ഫിൽ ആഖിറ ആഖിറത്തിൽ പ്രയാസവും. ഉക്തുബു മാന സലാസിൻ 3 അർത്ഥം ഇതാനാണ്. അതിന് നിലനിൽക്കുക, ബൽഗം കഫം, സുജാജ് ഗ്ലാസ്, കില്യത്താനി കിഡ്നികൾ. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ ചോദ്യപേപ്പർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ അതിൽ കൊടുക്കുന്നു. അതിലൂടെ വന്നത് താരതമ്യം ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും ചെയ്യുക. നിർണ്ണയിക്കപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ നന്നായി നമ്മൾ അർത്ഥം വെച്ച് പഠിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ 3 സൂറത്തുകൾ അത് 2-3 തവണ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണണം. പൊതുപരീക്ഷ വരാനിരിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. വീഡിയോയുടെ ലൈക്ക് അടിച്ചിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. കമൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.